ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ദുബായിൽ ടാക്സ് ഇല്ല, അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ട്, 8% മുകളിൽ റിട്ടേൺസ് ഉണ്ട്. നാട്ടിലൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 1% താഴെയാണ്. ഇവിടെ 10, 12, 13, 14% റിട്ടേൺസ് കിട്ടുന്ന പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. പിന്നെ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്. കാരണം ദുബായ് എന്ന് പറയുന്നത് ഗ്ലോബൽ ബബിൾ ഇൻഡെക്സിൽ വളരെ താഴെയാണ്. ഈവൻ മുംബൈയിൽ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന പൈസയെക്കാട്ടും അല്ലെങ്കിൽ കൊച്ചിയിൽ വാങ്ങുന്ന വിലയെക്കാട്ടും താഴെ നമുക്ക് ദുബായിൽ നല്ല പ്രോപ്പർട്ടീസ് വാങ്ങാനും പറ്റും. അതിൽ നല്ല ക്വാളിറ്റിയിൽ. ദുബായ് എന്ന് പറയുന്നത് ഒരു യങ് മാർക്കറ്റാണ്, ഗ്രോയിങ് മാർക്കറ്റാണ്. ഇപ്പോൾ ദുബായ് എന്ന് പറയുന്നത് കമ്പയർ ടു വേറെ ഏത് രാജ്യത്ത് അല്ലെങ്കിൽ വേറെ ഏത് സിറ്റി എടുത്താലും ഇതൊരു യങ് മാർക്കറ്റാണ്. ഇപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ദുബായ് മാർക്കറ്റ് അങ്ങനെ ഒരു എന്താ പറയുക സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ടാക്സ് ഇല്ല, നമുക്ക് നല്ല പേയ്മെൻറ്റ് പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പലരും പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ അഫോർഡബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാവരും പോയി ഏതെങ്കിലും ഒരു നോർമൽ ഡെവലപ്പറിൻ്റെ ഒരു പുതിയ ഡെവലപ്പറിൻ്റെ എന്തെങ്കിലും ഓഫർ കിട്ടുമ്പോൾ പോയി വാങ്ങിക്കും. അപ്പോൾ അത് എൻ്റെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എന്തായാലും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി കിട്ടാറില്ല. അപ്പോൾ എപ്പോഴും ദുബായിൽ മനസ്സിലാക്കുക, ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഏത് ഡെവലപ്പറാണെന്നാണ്. അപ്പോൾ നല്ലൊരു ഡെവലപ്പറാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഹോൾഡ് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലൊക്കേഷൻ എവിടെയാണ്. അപ്പോൾ ലൊക്കേഷൻ നല്ലൊരു ലൊക്കേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് എന്നും ഒരു വാല്യൂ ഉണ്ടാവും, എന്നും ആ വാല്യൂ ഹോൾഡ് ചെയ്യും, നല്ല റിട്ടേൺസ് നല്ല അപ്രീസിയേഷനും കൺഫേം ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ദുബായിൽ ഒരു 2, 3, 4 കാറ്റഗറി ഓഫ് ഡെവലപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബേസ് എന്ന് പറയുമ്പോൾ ഇമാറാണ് ഡൗൺ ടൗൺ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഡൗൺ ടൗൺ പോലെ ഒരുപാട് ലൊക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്ത മാസ്റ്റർ ഡെവലപ്പറാണ് ഇമാർ. പിന്നെ നക്കീലാണ് പാം ജുമേറ പോലെയുള്ള വലിയ വലിയ കമ്മ്യൂണിറ്റി. പാം ജബലി അനൗൺസ് ചെയ്തതൊക്കെ നക്കീലാണ്. നക്കീൽ എന്ന് പറയുന്നത് ദുബായിലൊരു നല്ലൊരു സെമി ഗവൺമെൻറ് ഡെവലപ്പറാണ്. അൽവാസൽ, ദുബായ് പ്രോപ്പർട്ടീസ്, മീറാസ്, ദയാർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദയാറിൻ്റെ ഓഫീസാണ്. ദയാറും ഒരു സെമി ഗവൺമെൻറ് ഡെവലപ്പറാണ്, നല്ലൊരു ഡെവലപ്പറാണ്. ദുബായിൽ നമ്മളിപ്പോൾ ദുബായ് സിറ്റിയിൽ കൂടെ ആണെങ്കിലും ദുബായുടെ ഓൾഡ് സിറ്റിയിൽ കൂടെയൊക്കെ നമ്മൾ കറങ്ങുവാണെങ്കിൽ തന്നെ ഒരുപാട് ദയാറിൻ്റെ ബിൽഡിങ്സ്, ദുബായിലെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്സ് ഡെലിവർ ചെയ്ത ഒരു നല്ല സെമി ഗവൺമെൻറ് ഡെവലപ്പറാണ് ദയാർ. അപ്പോൾ ഈ 2 കാറ്റഗറി. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, പക്ഷേ പ്രൈവറ്റിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല എന്താ പറയുക മാസ്റ്റർ കമ്മ്യൂണിറ്റീസൊക്കെ ചെയ്യുന്ന നല്ല ഡെവലപ്പേഴ്സ്. ഇപ്പോൾ ഷോബ, ഡമാക്, മാജിദ് അൽഫുത്തൈൻ, ഒംനിയാത്ത്, ബിങ്കാട്ടി, ടൈഗർ, ഇങ്ങനെ ഒരു കാറ്റഗറി. പിന്നെ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് കാറ്റഗറി എന്ന് പറയുമ്പോൾ പുതിയ ഡെവലപ്പേഴ്സ്, അതായത് ഡാനിയോബ്, സമാന പോലുള്ള പുതിയ ഡെവലപ്പേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓഫർ കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വേറെ ഒരു കാറ്റഗറി, അതായത് വളരെ മോശമായിട്ട് ഇപ്പോൾ ഡാനിയോബിൻ്റെ ഒക്കെ ക്വാളിറ്റീസിന് ഭയങ്കര മോശം ഒരു പേര് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഒരു ഡാനിയോബിൽ പോയി വാങ്ങിക്കുമ്പോൾ അതിന് പല രീതിയിലുള്ള റിസ്ക് ഫാക്ടർ ഉണ്ടാവാറുണ്ട്. ക്വാളിറ്റി ആണെങ്കിലും സ്പേസ് ആണെങ്കിലും ഏരിയ ആണെങ്കിലും. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാം കൺസിഡർ ചെയ്യണം. എസ്പെഷ്യലി ലൊക്കേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. നല്ല ലൊക്കേഷൻ ആണെങ്കിൽ ഒക്കെ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ആ പറഞ്ഞ ഡെവലപ്പേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നല്ല ഡെവലപ്പർ ഈ പറഞ്ഞ ലൊക്കേഷൻ. അപ്പോൾ ദയാർ എന്ന് പറയുന്ന സെമി ഗവൺമെൻറ് ഡെവലപ്പറിൻ്റെ ഒരു നല്ല പ്രൊജക്റ്റ് ഷേഖ് സായദ് റോഡിൽ മെട്രോ സ്റ്റേഷന് നേരെ മുമ്പിൽ സീ ഫേസിംഗ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് യൂണിറ്റ്സേ ഉള്ളൂ. കാരണം ഇതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം പുറത്ത് എസ്പെഷ്യലി പുറത്ത് ഔട്ട് ഓഫ് UAE, അതായത് പുറത്ത് കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി എന്നൊക്കെ കോൾ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാറില്ല. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ദയാർ റിലീവ് ലൊക്കേഷൻ നമുക്ക് ഇത് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ബട്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇതിൽ നമുക്ക് 1 മില്യൺ, നാട്ടിലൊരു 2 കോടി താഴെ 1 ബെഡ്റൂം അവൈലബിൾ ആണ്. ഈ 2 കോടി ആണെങ്കിൽ പോലും നമുക്ക് 6 വർഷം ടൈമുണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ. 2 ബെഡ്റൂം ആണെങ്കിൽ 1.4 മില്യൺ, അതായത് 3 കോടി രൂപ. 3 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ 1.7, അതായത് 4 കോടി അടുപ്പിച്ച് വരും. ഇതിൽ നമുക്ക് 6 വർഷം പേയ്മെൻറ്റ് ചെയ്യാൻ ടൈമുണ്ട്. പേയ്മെൻറ്റ് ഒക്കെ ചെയ്യേണ്ടത് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്, പ്രൈവറ്റ് അക്കൗണ്ടിലേക്കല്ല. ഗവൺമെൻറ് പ്രൊജക്റ്റാണ്, അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു നല്ല പ്രൊജക്റ്റാണ് ദുബായിലെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് 70% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാനാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എത്ര പേയ്മെൻറ്റ് തുടക്കത്തിൽ വേണം, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിൽഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിൽഡിങ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വരുന്നത് കുറച്ച് ഷോപ്പിംഗ് മോളും ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള, അതായത് മോളല്ല, നമുക്ക് നല്ല സൂപ്പർ മാർക്കറ്റ്സ്, നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ല കോഫി ഷോപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് പാർക്കിംഗ് 1, പാർക്കിംഗ് 2, പാർക്കിംഗ് 3, പാർക്കിംഗ് 4, ഈ 4 പാർക്കിംഗ് ആണ് പോഡിയം ലെവൽ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് 4 പാർക്കിംഗ് ആണ് വരുന്നത്. എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിനും പാർക്കിംഗ് ഉണ്ടാവും. സ്റ്റുഡിയോയ്ക്കും 1 ബെഡ്റൂമിനും 1 പാർക്കിംഗ്, 2 ബെഡ്റൂമിനും 1 പാർക്കിംഗ് തന്നെയാണ്. 3 ബെഡ്റൂം ആകുമ്പോൾ നമുക്ക് 2 പാർക്കിംഗ് അവൈലബിൾ ആണ്. അതാണ് ആസ് പെർ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പ്രൊജക്റ്റിൽ നമുക്ക് എല്ലാ അമ്യൂണിറ്റീസും 20+ അമ്യൂണിറ്റീസ് ഉണ്ട്. അതെല്ലാം വരുന്നത് നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഫ്ലോറിലാണ്, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് പോഡിയം ലെവലിലാണ്
എല്ലാ അമ്യൂണിറ്റീസും വരുന്നത്. നമുക്ക് ജിമ്മുണ്ട്, മാലിബു ബീച്ച് ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഈ പോഡിയം ലെവൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ജിമ്മാണ്, പിന്നെ പല യോഗ ഏരിയ, പല അതർ ഫെസിലിറ്റീസ്, ജോഗിങ് ട്രാക്ക്, അങ്ങനെ പല കാര്യങ്ങൾ 20 മുകളിൽ അമ്യൂണിറ്റീസ് ഉള്ള ഒരു നല്ല പ്രൊജക്റ്റാണ്. ഇതിൽ നമുക്ക് എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിനും ഈ ബിൽഡിംഗ് എൻറ്റയർലി ഫേസ് ചെയ്യുന്നത് സീ, അതായത് അറേബ്യൻ സീയിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. നേരെ മുൻപിൽ ഷെയ്ഖ് സായദ് റോഡ് മെട്രോ സ്റ്റേഷനുമാണ് വരുന്നത്. ലൊക്കേഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ 1 ബെഡ്റൂംസ് എന്ന് പറയുന്നത് ഈ കാണുന്നതെല്ലാം 1 ബെഡ്റൂംസ് ആണ്. ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ 1 ബെഡ്റൂംസ് അവൈലബിൾ ആണ്. എൻ്റയർ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജബലലി ഡൗൺ ടൗൺ എന്ന ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ ഇപ്പോൾ എൻട്രി ഫേസിലാണ്. ഇപ്പം ഒരു ആദ്യമായിട്ടൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റിലൊരു ഫണ്ടമെൻ്റൽ തിയറി ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫുള്ളി മെച്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പോയി പർച്ചേസ് ചെയ്താൽ നമുക്ക് അപ്രീസിയേഷനുള്ള സ്കോപ്പ് ഉണ്ടാവണമെന്നില്ല. അതേ കമ്മ്യൂണിറ്റി തുടങ്ങുന്ന സമയത്ത് വാങ്ങിച്ചവർക്കാണ് അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരു എന്താ പറയുക, ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന ആ ഏരിയ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പായി വരുന്ന ഏരിയയാണ് ജബലലി ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് ദുബായ് സൗത്തിനോട് ചേർന്ന എയർപോർട്ടിനോട്, പുതിയ വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൽ നിന്ന് വളരെ അടുത്താണ്. പിന്നെ ജബലലി എന്ന് പറയുന്ന പോർട്ട്, ലോജിസ്റ്റിക് സിറ്റി, DIP, DWC, ഇൻഡസ്ട്രിയൽ സിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബിൽഡിങ്ങിനോട് ചേർന്നുണ്ട്. അപ്പം ആ ലൊക്കേഷൻ്റെ ഒരു പ്രോക്സിമിറ്റി, പിന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ ഇപ്പോൾ ബിബൻ ബത്തൂത്ത മോൾ, അതുപോലെ മറീന, JLT, JBR, അതുപോലെ ഈവൻ അബുദാബിക്കാണെങ്കിലും കുറച്ച് ക്ലോസറാണ്. പിന്നെ ദുബായ്ക്കാണെങ്കിലും അങ്ങനെ നല്ലൊരു പ്രോക്സിമിറ്റിയുള്ള നല്ല ലൊക്കേഷനാണ് ജബലലി ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു 4ാമത്തെ പ്രൊജക്റ്റാണ് ആക്ച്വലി ഇത്. ആ ഏരിയ ഡെവലപ്പായി ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വാങ്ങിക്കുന്ന പൈസയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഡൗൺ ടൗണിൽ ഒരു 10 വർഷം മുമ്പ് ഇതേ പ്രൈസിലായിരുന്നു പ്രൈസ്. ഇപ്പം അവിടെ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി 4 ഇരട്ടി വിലയാണ്. അപ്പം എപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ എൻട്രി ഫേസിൽ, അതായത് ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ആ ലൊക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിന് മുമ്പ് തന്നെ, ആ ലൊക്കേഷൻ ഇപ്പോൾ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ ക്രീക്ക് ഹാർബർ അതിന് എക്സാമ്പിളാണ്, ദുബായ് ഹിൽസ് അതിന് എക്സാമ്പിളാണ്, പാം ജുമേറ, ഒരുപാട് ലൊക്കേഷൻസ് ദുബായിൽ എക്സാമ്പിളാണ്. ഇപ്പോൾ ജബലലി ഡൗൺ ടൗൺ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. എൻട്രി ഫേസ് ആണ്, വളരെ ചെറിയ പൈസ, അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറഞ്ഞ് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഷെയ്ഖ് സായദ് റോഡിൽ മെട്രോ സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ നല്ല ലൊക്കേഷനാണ്. ലൊക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ലൊക്കേഷനിൽ പോയി ഞാനത് കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഈ 2 ബെഡ്റൂംസ് ആണെങ്കിലും ഈ ലൈറ്റ് കത്തി കിടക്കുന്ന യൂണിറ്റ്സ് ആണ് 2 ബെഡ്റൂംസ് എന്ന് പറയുന്നത്. 2 ബെഡ്റൂംസിന് സീ വ്യൂ, പാം ജുമേറ, പാം ജബലലി, മറീന വ്യൂ ഒക്കെ ഉണ്ട്. അൺഒബ്സ്ട്രക്റ്റഡ് വ്യൂ ആണ്. കാരണം മുമ്പിൽ വേറെ ബിൽഡിങ്ങുകളോ വേറെ പ്ലോട്ടുകളോ ഒന്നുമില്ല. ക്ലിയർ വ്യൂ ആണ്. ജബലലി പോർട്ടിൽ വേറെ ബിൽഡിങ്സ് ഒന്നും വരാൻ അതൊന്നും ലീഗലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അൺഒബ്സ്ട്രക്റ്റഡ് വ്യൂ ആണ് സീ വ്യൂ. അപ്പം 3 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഹയർ ഫ്ലോറിലാണ്. സെയിം 2 ബെഡ്റൂമിൻ്റെ അതേ ലേ ഔട്ട് തന്നെയാണ്, പക്ഷേ ഹയർ ഫ്ലോറിലാണ്. നല്ല ലേ ഔട്ട്സ് ആണ്. കംപ്ലീറ്റ്ലി ഫേസ് ചെയ്യുന്നത് ദുബായ് ജബലലി പോർട്ടിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീ വ്യൂ ഉണ്ട്. ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല നല്ല വ്യൂസ് ആണ്. സ്ട്രീറ്റ് വ്യൂ ആണെങ്കിൽ നമുക്ക് ജുമേറ എന്താ പറയുക, ഗാർഡൻ വ്യൂസും അതുപോലെ തന്നെ ഡിസ്കവറി ഗാർഡൻ വ്യൂസ്, അങ്ങനത്തെ വ്യൂസൊക്കെയാണ്. അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് ഒന്ന് പോയി കാണാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്, പേയ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് വരുന്നത്, എത്ര പേയ്മെൻറ്റ്സാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിപ്പോൾ ഷെയ്ഖ് സായദ് റോഡാണ്. ഷെയ്ഖ് സായദ് റോഡ് എന്ന് പറയുന്നത് ദുബായിലെ നമ്പർ 1 റോഡാണ്. അതായത് ഷെയ്ഖ് സായദ് റോഡിൻ്റെ 2 വശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ദുബായിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കാനാണെങ്കിലും ഓഫീസ് സ്പേസുകളൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ലൊക്കേഷൻ ഷെയ്ഖ് സായദ് റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പം എല്ലാ എമിറേറ്റിലേക്കും ഈ റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്, ഷെയ്ഖ് സായദ് റോഡ്. ഇതുപോലെ ഇതിന് പാരലായിട്ട് നമ്മുടെ ആ സൈഡിലേക്ക് പോകുമ്പോൾ അൽഖേൽ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, എമിറേറ്റ്സ് റോഡ്, അങ്ങനെ 4 മേജർ റോഡുകളാണ് ദുബായിലുള്ളത്. അതിലെ ഫസ്റ്റ് പ്രൈമറി മേജർ റോഡാണ് ഷെയ്ഖ് സായദ് റോഡ്. ഷെയ്ഖ് സായദ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഷാർജ, അതുപോലെ ഇപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷാർജയും, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അബുദാബി സൈഡിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ടുവേർഡ്സ് അബുദാബി പോകുമ്പോൾ നമ്മൾ ഡൗൺ ടൗൺ കഴിഞ്ഞ്, ബിസിനസ് ബേ കഴിഞ്ഞ്, അൽക്കൂസ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ബർഷ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബർഷ കഴിഞ്ഞാൽ JLT, മറീനയാണ് വരുന്നത്. മറീന കഴിഞ്ഞാൽ അഗെയിൻ ടുവേർഡ്സ് സ്ട്രേറ്റ് നമ്മൾ അബുദാബി പോകുമ്പോൾ നമ്മുടെ എലീബ് എന്ന് പറയുന്ന ആ ലൊക്കേഷനിലേക്കാണ്. അതായത് നമ്മുടെ പുതിയ വരുന്ന പ്രൊജക്റ്റ്, അതായത് UAE എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. ഇപ്പോൾ ഈ നമ്മൾ നോക്കിയാൽ മനസ്സിലായത് മെട്രോയുടെ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജും ഷെയ്ഖ് സായദ് റോഡ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ഷെയ്ഖ് സായദ് റോഡിന് പാരലായിട്ടാണ് മെട്രോയും പോകുന്നത്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ കൂടെ ഷെയ്ഖ് സായദ് റോഡിൽ തന്നെയാണ് ഈ പറയുന്ന എലീബ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഷെയ്ഖ് സായദ് റോഡിൻ്റെ 2 വശങ്ങളിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ ദുബായിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. എത്രത്തോളം റെൻ്റ് ഉണ്ട്, എത്രത്തോളം അപ്രീഷിയേറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതായത് നോർമലി ദുബായിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് ബിസിനസ് ബേയിലോ ഡൗൺ ടൗണിലോ, അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു സ്ട്രെച്ചിലുള്ള ഷെയ്ഖ് സായദ് റോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4-5 ഇരട്ടിയൊക്കെയാണ് ഇപ്പോൾ വില കൂടിയിരിക്കുന്നത്. അത് ഇപ്പം നമ്മൾ ചിലർ പറയും ഓരോ 5 ഇയർ കഴിയുമ്പോൾ പ്രൈസ് താഴേക്ക് വരും. പ്രൈസ് താഴേക്ക് വന്നാലും പിന്നെ അത് മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ദുബായിൽ ഒരിക്കലും ഒരു
എന്താ പറയുക, നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള ലൊക്കേഷൻസ്, അതായത് ഒരു സ്ട്രാറ്റജിക് പ്രോക്സിമിറ്റി ഒക്കെ ഉള്ള നല്ല ലൊക്കേഷൻ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള വാല്യൂ എന്നും ഉണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ, ഷെയ്ഖ് സായദ് റോഡിൻ്റെ സ്ട്രെച്ചിൽ നമുക്ക് പ്രോപ്പർട്ടീസ് വാങ്ങാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സിറ്റ് പോയിന്റിലാണ്, പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എലീവ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്, സെമി ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഷെയ്ഖ് സായദ് റോഡിൽ മെട്രോ സ്റ്റേഷന് നേരെ മുൻപിലാണ് ആ പ്രൊജക്റ്റ് വരുന്നത്. ബാക്കിയുള്ള ഏത് പ്രൊജക്റ്റുകളെടുത്താലും ഷെയ്ഖ് സായദ് റോഡിലെടുത്താലും നമുക്ക് മിനിമം 2 million ആണ് 2 bedroom വരുന്നത്. ഇവിടെ 1.4 million ഉള്ളൂ. കാരണം അത് എൻട്രി പ്രൈസിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 1 bedroom ആണെന്നുണ്ടെങ്കിൽ 900,000 നമുക്ക് 1 bedroom അവൈലബിൾ ആണ്. ഷെയ്ഖ് സായദ് റോഡിൽ വേറെ ഏത് ലൊക്കേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ, അവിടെയൊക്കെ 1.7 million മുകളിലേ കിട്ടുകയുള്ളൂ 1 bedroom. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ലൊക്കേഷനിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം എലീവ് നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് പോയി കാണാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ UAE എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഷെയ്ഖ് സായദ്, ഇപ്പോൾ നമ്മൾ വന്ന ഷെയ്ഖ് സായദ് റോഡിന് പാരലായിട്ടുള്ള മെട്രോ ലാസ്റ്റ് മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് സൗത്ത് എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഷെയ്ഖ് സായദ് റോഡ്, ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ, ഈ മെട്രോ സ്റ്റേഷനോട് നേരെ മുൻപിലുള്ള ഈ ബിൽഡിങ്ങിൽ ഇപ്പോഴത്തെ റെൻ്റ് എന്ന് പറയുന്നത് 1 bedroomൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 75,000 to 95,000. 2 bedroomൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 95 to 110 ആണ്. അതായത് ഇപ്പം നമ്മൾ ഈ ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും ഇപ്പോൾ ഞാൻ പറഞ്ഞ എലീവ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വരുന്നത് ഈ ലൊക്കേഷനിലാണ് എലീവ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വരുന്നത്. അതായത് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നമ്മൾ നേരെ വരുന്ന ഈ പ്രൊജക്റ്റിലേക്കാണ്. അത്ര നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ് എലീവ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ. ഇത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ലൊക്കേഷനിൽ എപ്പോഴും നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടി വരാറില്ല. കാരണം മെട്രോ സ്റ്റേഷന് നേരെ മുമ്പിൽ ഷെയ്ഖ് സായദ് റോഡിൽ ഒരു പ്രോപ്പർട്ടി വരാമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു അപ്രീസിയേഷൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുകയും ചെയ്യും. നല്ല റിട്ടേൺസിന് സ്കോപ്പുള്ള, അതായത് ഷോർട്ട് ടൈം റെൻ്റൽ, ലോങ് ടൈം റെൻ്റൽ, അങ്ങനെ പല കാര്യങ്ങൾക്കും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് ഈ പറയുന്ന ദേ ആർ എലീവിൻ്റെ ലൊക്കേഷൻ. ആക്ച്വലി ഈ കാണുന്ന ലൊക്കേഷൻ അല്ല, തൊട്ട് ആ ബാക്ക് സൈഡിൽ കാണുന്ന ലൊക്കേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ നേരെ നമുക്ക് ഇത്ര പ്രോക്സിമിറ്റി ഉള്ള ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു ഷെയ്ഖ് സായദ് റോഡ് നേരെ ആ സൈഡിൽ കാണുന്നത് ജബൽ അലി പോർട്ടാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങും ഒരു ഒബ്സ്റ്റക്കിൾസും മുമ്പിൽ വരാനില്ല. ഡയറക്റ്റ് CVU ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതും അൺഒബ്സ്റ്റഡ് CVU ആണ്. CVU ഉള്ള അപ്പാർട്ട്മെൻറ്റ് ദുബായിൽ എവിടെയാണെങ്കിലും അന്വേഷിച്ചോ നമുക്ക് 2 bedrooms ഒരു 2.5 million താഴെ കിട്ടില്ല, 1 bedroom 1.5 million താഴെ കിട്ടില്ല. ഇവിടെ നമുക്ക് 900,000 1 bedroom കിട്ടും. അതുപോലെ 2 bedroom 1.4 million കിട്ടും. അതും നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 6 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാൻ. നാട്ടിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ വിലയൊക്കെ 2 ഇരട്ടി വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും നല്ല ലൊക്കേഷനിൽ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് ഇത്രയും വില കുറച്ച്, ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റിൽ എൻട്രി എക്സിറ്റ് പോയിന്റ് ഉണ്ട്. ഇതിപ്പോൾ എൻട്രി സ്റ്റേജിൽ നിൽക്കുന്ന ലൊക്കേഷനാണ്. കാരണം ഈ ഏരിയ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് ജബൽ അലി പോർട്ടാണ്. ഈ ഏരിയ ഫ്യൂച്ചറിൽ ഈ ഏരിയയ്ക്ക് പറയുന്നത് ജബൽ അലി ഡൗൺ ടൗൺ എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന ദുബായ് സൗത്തിലെ ഒരു മേജർ ലൊക്കേഷനാണ് ജബൽ അലി ഡൗൺ ടൗൺ. ഈ ഏരിയ ഇപ്പോൾ എൻട്രി ഫേസിലാണ് നിൽക്കുന്നത്. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, എൻട്രി ഫേസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എക്സിറ്റ് പോയിന്റ് എന്തായാലും ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ എൻട്രി പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് പ്രോപ്പർട്ടി കിട്ടും. ഈ ഏരിയ ജബൽ ഡൗൺ ടൗൺ ആയതുകൊണ്ട് തന്നെ ഈ ഏരിയ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ്, സൗത്താണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഏരിയ ഡെവലപ്പ് ആകുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ്റെ പ്രോക്സിമിറ്റി, അതുപോലെ ഈ ലൊക്കേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആകുന്നതനുസരിച്ചിട്ട് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടും. അപ്പോൾ നമുക്ക് 4-5 വർഷം കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ മേ ബി ഡബിൾ ആയേക്കാം. ചിലപ്പോൾ നമുക്ക് നല്ലൊരു അപ്രീസിയേഷൻ, അതിലും കൂടിയ അപ്രീസിയേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക, ഇതുപോലെ ലൊക്കേഷനാണ് ഒരു പ്രോപ്പർട്ടിയുടെ മേജറായിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് മെട്രോ വരും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വരും, ഇതൊന്നും അല്ല. ഷെയ്ഖ് സായദ് റോഡ് മെട്രോ സ്റ്റേഷൻ ലൊക്കേഷൻ ഇതാണ്. അപ്പോൾ അത്ര നല്ല പ്രോക്സിമിറ്റി, CVU ഉള്ള അപ്പാർട്ട്മെൻറ്റ്സ്, അതും വളരെ ചെറിയ പൈസയ്ക്ക്. നാട്ടിൽ ഏകദേശം 3 കോടി രൂപ താഴെയാണ് 2 bedroom വരുന്നത്. അതും നമുക്ക് 70% ഡ്യൂറിങ് കൺസ്ട്രക്ഷനും 30% പോസ്റ്റ് ഹാൻഡ് ഓവറിൽ കീ കിട്ടിക്കഴിഞ്ഞിട്ട് അടച്ചാൽ. അതായത് നാട്ടിലെ 2 കോടി രൂപയ്ക്ക് ദുബായിൽ ഇങ്ങനൊരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി, അതും നമുക്ക് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് പ്ലാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ 6 വർഷം കൊണ്ടാണ് ആ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ല, റിട്ടേൺസ് എടുക്കാനും ടാക്സ് ഇല്ല, ഒന്നിനും ടാക്സ് ഇല്ല. അപ്പോൾ അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പ്രൊജക്റ്റിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ ഞാൻ ആദ്യം പറഞ്ഞു, 6 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാനാണ്. നമുക്ക് നാട്ടിൽ പോലും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, നാട്ടിലല്ല എവിടെയും കിട്ടില്ല. കാരണം നോർമലി പ്രോപ്പർട്ടി കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് എൻറ്റയർ ക്യാഷ് പേ ചെയ്താലേ എല്ലാ ഡെവലപ്പേഴ്സും ഹാൻഡ് ഓവർ തരുള്ളൂ. പക്ഷേ ഈ കേസിൽ നമുക്ക് കീ കിട്ടിക്കഴിഞ്ഞ് 3 വർഷം കൊണ്ട് 30% പേ ചെയ്താൽ മതി. അതായത് പ്രോപ്പർട്ടി വാല്യൂ ഇപ്പോൾ 1.4 million അല്ലെങ്കിൽ 900,000 ആണെങ്കിൽ പോലും, അതായത് നാട്ടിലൊരു 2 കോടി താഴെയാണ് പ്രോപ്പർട്ടി വാല്യൂ എങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന 1,20,00,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ചിലവാകുന്നുള്ളൂ. ബാലൻസ് ഉള്ള 30% കീ ഹാൻഡ് ഓവർ കിട്ടിക്കഴിഞ്ഞ്, ബിൽഡിംഗ് ഹാൻഡ് ഓവർ അപ്പാർട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് അവിടെ താമസിച്ചുകൊണ്ടോ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടോ 30 മാസം കൊണ്ടാണ് 30% അടയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ലിവറേജ് ഉള്ള, ഇത്രയും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള
ഒരു നല്ല പേയ്മെൻറ്റ് പ്ലാൻ ആണിത്. അപ്പോൾ ഞാനത് പേയ്മെൻറ്റ് പ്ലാൻ, അതിൻ്റെ ഒരു 1 bedroom അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഈ പ്രൈസ് ചേഞ്ച് ചെയ്താൽ 2 bedroom ആയി, അതുപോലെ 3 bedroom പ്രൈസ് മാത്രമേ മാറുന്നുള്ളൂ, പിന്നെ ലേ ഔട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറുന്നുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് പ്ലാൻ, സ്ട്രക്ചർ ഓഫ് ദ പേയ്മെൻറ്റ് പ്ലാൻ ഈസ് സെയിം. അപ്പോൾ അത് ഒരു 1 bedroom നിങ്ങൾക്ക് കാണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എങ്ങനെ വരുന്നത്. സോ പ്രൊജക്റ്റിൻ്റെ പേര് റിലീവ് എന്നാണ്. ദേ ആർ റിലീവ്. യൂണിറ്റ് നമ്പർ 2122 ആണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 2122 എന്ന് പറഞ്ഞാൽ 21ാമത്തെ ഫ്ലോറാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. 1 bedroom അപ്പാർട്ട്മെൻ്റ് ആണ്. ടൈപ്പ് 1B ആണ്. വ്യൂ, അപ്പാർട്ട്മെൻറ്റിലുള്ള വ്യൂ നെയ്ബർഹുഡ് വ്യൂ ആണ്. അതുപോലെ ഏരിയ എന്ന് പറയുന്നത് 767 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ദുബായിൽ നോർമലി ഒരു പ്രൈവറ്റ് ഡെവലപ്പർ ഏറ്റവും കുറഞ്ഞത് ഒരു 650 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരു അപ്പാർട്ട്മെൻറ്റും 1 bedroom സെല്ല് ചെയ്യില്ല. ഇത് 767, അതായത് ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റ് കൂടുതൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. അതും ഞാൻ ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം. ചെറിയ ബാൽക്കണിയാണ്, അതായത് ഫുൾ ഏരിയ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് അകത്ത് കിട്ടും. അപ്പോൾ അത്ര നല്ലൊരു ലേ ഔട്ടും കൂടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൈനലി ഒരു സാമ്പിൾ അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് ഓൾറെഡി സെല്ല് ചെയ്ത യൂണിറ്റ് ആണ്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 994 ആണ്. അതായത് 994,000 ആണ് പ്രോപ്പർട്ടി വാല്യൂ വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 2 CR ആണ് കോസ്റ്റ് വരുന്നത്. ഈ 2 CR എന്ന് പറയുന്ന എമൗണ്ട് ആണ് നമുക്ക് ഇത്രയും വർഷത്തെ പേയ്മെൻറ്റ് പ്ലാനായിട്ട് നമുക്ക് മാറുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് വേണ്ടത്, എല്ലാ ഡെവലപ്പേഴ്സും നോർമലി ചാർജ് ചെയ്യുന്നത്, ദുബായിൽ ഏത് ഡെവലപ്പർ ഏത് പ്രൊജക്റ്റ് എടുത്താലും 20% ഡൗൺ പേയ്മെൻറ്റ് വേണം. ഇവിടെ നമുക്ക് 10% മതി. അതായത് 99,000 ദിറംസ് മതി നമുക്ക് ഇനിഷ്യലി. അതായത് ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 20 ലക്ഷം രൂപ മതി നമുക്ക് തുടക്കത്തിൽ ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് 10%. പിന്നെ ഏത് പ്രൊജക്റ്റിനെ പോലെ തന്നെ രജിസ്ട്രേഷൻ ചാർജ് 4% ഉണ്ട്. അത് 10 രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചാലും 100 മില്യൻ്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചാലും 4% രജിസ്ട്രേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു ഹിഡൻ ചാർജും ഇതിലില്ല. ഈ കംപ്ലീറ്റ് പേയ്മെൻറ്റ് പ്ലാനും ഈ പ്രോപ്പർട്ടി വാല്യൂവിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാനാണ്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് പ്ലാനാണ്. ഇൻട്രസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ലാത്തൊരു പേയ്മെൻറ്റ് പ്ലാനാണ്. നമുക്ക് ഈസിയാണ്. അപ്പോൾ 10% ഡൗൺ പേയ്മെൻറ്റും രജിസ്ട്രേഷൻ്റെ ബുക്കിംഗ് എമൗണ്ടും നമ്മൾ ഇനിഷ്യലി പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ രജിസ്ട്രേഷനും കഴിഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി ഈ പറയുന്ന എമൗണ്ടുകളെല്ലാം പേ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു, എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. എസ്ക്രോ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. അതായത് പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷനിലാണെങ്കിൽ ദുബായിൽ സിസ്റ്റം എസ്ക്രോയിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് സപ്പോസ് നിങ്ങൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പേയ്മെൻറ്റ് നിങ്ങൾ ആ ഡെവലപ്പറിൻ്റെ അക്കൗണ്ടിലേക്ക് ചെയ്തു. നാളെ ആ ഡെവലപ്പർ ഇവിടുന്ന് ഓടിപ്പോയാൽ നിങ്ങളുടെ പൈസ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഡെവലപ്പർക്ക് ഡയറക്റ്റ് ഒരു ബയറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനുള്ള സ്കോപ്പില്ല. ഇൻ ബിറ്റ്വീൻ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ്ക്രോ അക്കൗണ്ട് ഉണ്ടാവും. ഈ എസ്ക്രോ അക്കൗണ്ടിലേക്ക് പൈസ കളക്ട് ചെയ്യും. ഡെവലപ്പർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ചിട്ട് ഗവൺമെൻറ് ഈ പൈസ അവർക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഈ പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് DRൻ്റെ അക്കൗണ്ടിലേക്കല്ല, അതായത് ഡെവലപ്പറിൻ്റെ അക്കൗണ്ടിലേക്കല്ല, എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. എലീവ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലായിരിക്കും ഈ പേയ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി ഫാക്ടർ വേറെയുണ്ട്. അപ്പോൾ ഇനിഷ്യലി വേണ്ട ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 10% ആകെ വേണ്ടത്. 10+4 എന്ന് പറയുമ്പോൾ 4% രജിസ്ട്രേഷനും 10% ഡൗൺ പേയ്മെൻറ്റും മാത്രം മതി. അപ്പോൾ ഏകദേശം അത് ഇപ്പം 4% രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 45,000 ദിറംസ് വരും നമുക്ക്. അതായത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരുന്നുണ്ട്. ടോട്ടൽ 30 lakhs ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെ 10% പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോൾ, അതായത് ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓരോ 6 മാസം കൂടുമ്പോഴാണ് നമുക്ക് 8% വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. 8% എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 8% എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 79,000 വരും. ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 16 ലക്ഷം രൂപ നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോൾ 16 ലക്ഷം രൂപ അടച്ചാൽ മതി. ഈവൻ കേരളത്തിൽ കൊച്ചിയിൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. എനിക്ക് നല്ല ലൊക്കേഷനിൽ ഇത്രയും പ്രോക്സിമിറ്റി ഉള്ള, ഇത്രയും പ്രൈമായിട്ടുള്ള ദുബായിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി, അതും ഗവൺമെൻറ് പ്രോപ്പർട്ടി കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോൾ 16 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ ഓൺ ഹാൻഡ് ഓവർ വരെ അടയ്ക്കണം. അതായത് ഏകദേശം ഒരു 1, 2, 3, 4, 5, 6 പേയ്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ 16 lakhs into 6 payments. 3 വർഷമാണ് കൺസ്ട്രക്ഷൻ വരുന്നത്. ഹാൻഡ് ഓവർ ഡേറ്റ് വരുന്നത് മെയ് 2027 ആണ് ഹാൻഡ് ഓവർ ഡേറ്റ് വരുന്നത്. മെയ് 2027 നമുക്ക് പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ആകുമ്പോൾ 12% കൂടെ അടയ്ക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ അടച്ചിട്ടുണ്ടാകുന്നത് ഏകദേശം 70% ഓഫ് ദ പ്രോപ്പർട്ടി വാല്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 70% ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറഞ്ഞാൽ 994ൻ്റെ 70% എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ പേ ചെയ്തിട്ടുള്ളത് 6,90,000 ദിറംസ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ 1,40,00,000 രൂപ അടുപ്പിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്.
കീ ഹാൻഡ് ഓവർ കിട്ടി, ബാക്കിയുള്ള പേയ്മെൻറ്റ് നമുക്ക് 3 വർഷം, കീ കിട്ടിക്കഴിഞ്ഞിട്ട് 3 വർഷം കൊണ്ട് അവിടെ താമസിച്ചുകൊണ്ടോ അവിടെ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടോ ഈ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് ദുബായിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ വേറെ പ്രൊജക്റ്റുകളുടെ പുറകെ പോകുന്നത്? ചെറിയ ചെറിയ ഓഫേഴ്സ് ഫുള്ളി ഫർണിഷ് ചെയ്ത് തരും എന്ന് പറയും. ഫുള്ളി ഫർണിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളി ഫർണിഷ് ചെയ്യാൻ മാക്സിമം പോയാൽ ഒരു 1 ബെഡ്റൂം ഫർണിഷ് ചെയ്യാൻ 15,000 അല്ലെങ്കിൽ 20,000 ദിർഹംസ് മതി. അത് ആ ഒരു ബ്ലഫിങ്ങിൻ്റെ പേരിൽ ആളുകൾ 100,000 200,000 കൂടുതൽ കൊടുത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്രോപ്പർട്ടി വാങ്ങാൻ ചിന്തിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഏത് ലൊക്കേഷനാണ്, എത്ര എൻട്രി പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത്, നമ്മൾ ഹയർ പ്രൈസിലാണോ വാങ്ങുന്നത്, യൂണിറ്റിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡിയോ ചില ലൊക്കേഷനിലൊക്കെ സ്റ്റുഡിയോ വാങ്ങിച്ചാൽ പെട്ടുപോകും. അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റുഡിയോ പോലുള്ള യൂണിറ്റുകൾ അവോയ്ഡ് ചെയ്യുക. 1 ബെഡ്റൂം അല്ലെങ്കിൽ 2 ബെഡ്റൂം മാക്സിമം വാങ്ങാൻ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ടൗൺ ഹൗസോ വില്ലാസൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും നല്ലൊരു പേയ്മെൻറ്റ് പ്ലാൻ, അതായത് നമുക്ക് ഈസി ആയിട്ട് നാട്ടിൽ നിന്നുള്ള ആൾക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ എവിടെ നിന്ന് ഒരു പ്രോപ്പർട്ടി ദുബായിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ്സ് എല്ലാം എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. ഒരു പാസ്പോർട്ട് കോപ്പി മാത്രം മതി. ഇപ്പം ഈവൻ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഫാമിലി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 4, 5, 6 ഫ്രണ്ട്സ് ആയിട്ട് ചേർന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എല്ലാവർക്കും ഈക്വൽ ഷെയർ ആയിരിക്കും. എല്ലാവർക്കും ഒരു വാലിഡ് പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദുബായിലുള്ളത്. ഇതുപോലെ വരും ദിവസങ്ങളിൽ ഞാൻ ദുബായിൽ ഉള്ള നല്ല നല്ല പ്രൊജക്റ്റുകൾ, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് ഒരാൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാവുന്ന ടൈപ്പിലുള്ള പ്രൊജക്റ്റുകളുടെ വീഡിയോ ഇനി വരും വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. നല്ല നല്ല പ്രൊജക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് അല്പം കൂടുതലാണ് മാർക്കറ്റിൽ, അതെപ്പോഴും മനസ്സിൽ വെച്ചോളൂ. അപ്പം മാർക്കറ്റ് ഗ്രോയിങ് മാർക്കറ്റാണ്, യങ് മാർക്കറ്റാണ് ദുബായ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂ ഗ്രോ ചെയ്യും. അതുകൊണ്ട് വാങ്ങാനോ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കിയാൽ പിന്നെ നമുക്ക് നാളെ അത് കിട്ടണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കൊടുത്ത പ്രോപ്പർട്ടി പ്രൈസൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഡിഫറൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാവോ അത്രയും പെട്ടെന്ന് ചെയ്യുമ്പോൾ അത്ര റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള നല്ല നല്ല പ്രൊജക്റ്റുകളുടെ വീഡിയോ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബാക്കി നമുക്ക് വരും വീഡിയോയിൽ സംസാരിക്കാം.